സൗദി രാജകുമാരൻ ലണ്ടനിലെ ആഡംബര ഹോട്ടലിൽ മരിച്ച നിലയിൽ. ലണ്ടനിലെ പ്രമുഖ ആഡംബര ഹോട്ടൽ മുറിയിൽ സൗദി രാജകുമാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സൗദി രാജകുടുംബാംഗമായ അബ്ദുള്ള ബിൻ ഫഗദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ ജലാവി അൽ സൗദ് ആണ് മരിച്ചത്. ലഹരി മരുന്നുകളുടെയും മദ്യത്തിന്റെയും അമിത ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് UK കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വെസ്റ്റ് ലണ്ടനിലെ കെൻസിംഗ്ടണിലുള്ള മാരിയറ്റ് ഹോട്ടലിലെ 5ാം നിലയിലെ മുറിയിൽ അബോധാവസ്ഥയിൽ വീണ് കിടന്നിരുന്ന നിലയിലാണ് ഹോട്ടൽ ജീവനക്കാർ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ അനുവദനീയമായതിലും 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. CJP കേന്ദ്ര സർക്കാർ ചർച്ച നാളെയും തുടരും. കേന്ദ്ര സർക്കാരും CJPയുമായി നടത്തിയ 2ാം ഘട്ട ചർച്ച പൂർത്തിയായി. CJP ഉന്നയിച്ച 3 ആവശ്യങ്ങളിൽ 2 കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്നാണ് വിവരം. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് യോഗം ചേർന്നത്. CJP പ്രതിനിധികളുമായി നടത്തിയ ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ചർച്ച നാളെയും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചയ്ക്ക് നിഷ്പക്ഷ വേദി വേണമെന്ന CJPയുടെ ആവശ്യം അംഗീകരിച്ചാണ് കേന്ദ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്നുവന്ന പ്രതിഷേധ സമരം 35ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് ചർച്ച നടന്നത്. ജന്തർ മന്ദർ പ്രതിഷേധം. ഡൽഹി പോലീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കി. ജന്തർ മന്ദറിൽ നടക്കുന്ന CJP പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ പതിവ് അവധികൾ റദ്ദാക്കി. തലസ്ഥാനത്തെ നിലവിലെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. വ്യാഴാഴ്ച പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കിയ ഉത്തരവ് എല്ലാ ജില്ലാ DCPമാർക്കും FRRO ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവള ഉദ്യോഗസ്ഥർക്കും മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. ഈ ഉത്തരവ് പ്രകാരം മറ്റൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ കാഷ്വൽ ലീവ്, ഏൺഡ് ലീവ് ഉൾപ്പെടെ യാതൊരു പതിവ് അവധികളും അനുവദിക്കില്ല. അടിയന്തര സാഹചര്യങ്ങളിലെ അവധി അപേക്ഷകൾ മാത്രമേ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്റെ വിശദമായ പരിശോധനയ്ക്കും അംഗീകാരത്തിനും ശേഷം പരിഗണിക്കുകയുള്ളൂ. കൂടാതെ പോലീസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിശീലന പരിപാടികളിലോ കോഴ്സുകളിലോ പങ്കെടുക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ചോദ്യചോർച്ചയ്ക്ക് തടയിടാൻ കേന്ദ്രം. സംഘടിത ചോദ്യപേപ്പർ ചോർച്ചാ സംഘങ്ങൾക്കെതിരെ കൂടുതൽ കർശന നിയമവ്യവസ്ഥകൾ കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. 3 മാസത്തിനകം അന്വേഷണത്തിനും വിചാരണയും പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ, പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾക്ക് നിയമപരമായ അംഗീകാരം, 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ചുമത്തുന്ന കടുത്ത ശിക്ഷാ നടപടികൾ എന്നിവയാണ് പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടിത ചോദ്യപേപ്പർ ചോർച്ച മാഫിയകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനും പൊതുപരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ നീതി ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ വ്യവസ്ഥകൾ ലക്ഷ്യമിടുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിബേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യമുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് ശേഷം റിബേഷിനെ വിട്ടയച്ചു. വെള്ളിയാഴ്ച രാവിലെയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ 2ാം പ്രതിയാണ് ഇയാൾ. നേരത്തെ 2 തവണ റിബേഷിനെ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അന്ന് ഇയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ജൂലൈ 17-ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിബേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതിനു പിന്നാലെയാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം റിബേഷിന് നോട്ടീസ് നൽകിയത്. വിവാദ സ്ക്രീൻഷോട്ട് ആദ്യം വ്യാപകമായി ഷെയർ ചെയ്തവരിൽ റിബേഷുമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇയാൾ നടത്തിയതെന്നും പോലീസ് പറയുന്നു. കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറാണ് റിബേഷിന് സ്ക്രീൻഷോട്ട് കൈമാറിയതെന്നും റിബേഷ് ഇത് പല ഗ്രൂപ്പുകളിലും പങ്കുവച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തിരുവല്ല താലൂക്ക് ഓഫീസിലെ സാധന സാമഗ്രികൾ ജപ്തി ചെയ്യാൻ ഉത്തരവ്. റെയിൽവേ ഇരട്ടപ്പാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന്
താലൂക്ക് ഓഫീസിലെ വാഹനങ്ങളും മേശയും കസേരയും അടക്കമുള്ള ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ ഉത്തരവ്. തിരുവല്ല സബ് കോടതിയുടേതാണ് ഉത്തരവ്. 2 കക്ഷികളുടെ ഹർജിയിലാണ് നടപടി. തിരുവല്ല വഴിയുള്ള ഇരട്ടപ്പാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകാനുള്ള ചുമതല റവന്യൂ വകുപ്പിനായിരുന്നു. റെയിൽവേയുടെ പക്കൽ നിന്ന് പണം വാങ്ങി ഭൂവുടമകൾക്ക് നൽകുന്ന ചുമതലയും റവന്യൂ വിഭാഗത്തിനായിരുന്നു. കുറ്റപ്പുഴ മോഹനാലയത്തിൽ മോഹനപിള്ള, കുറ്റപ്പുഴ സ്വദേശിനി മുംതാസ് എന്നിവർക്കാണ് നഷ്ടപരിഹാരം കിട്ടാനുള്ളത്. മോഹനൻ പിള്ളയ്ക്ക് 5,34,694 രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കേണ്ടത്. ഇതിനായി 6 ലക്ഷം മതിപ്പ് വിലയുള്ള തഹസീൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാനാണ് ഉത്തരവ്. മുംതാസിന് ലഭിക്കാനുള്ള നഷ്ടപരിഹാരത്തിനായി താലൂക്ക് ഓഫീസിലെ 10 കമ്പ്യൂട്ടറുകൾ, ഫോട്ടോകോപ്പി മെഷീൻ, 40 കസേര, 20 അലമാര, 15 മേശ, തഹസീൽദാരുടെ ചേംബറിലെ വലിയ മേശയും കസേരയും ഉൾപ്പെടെ ജപ്തി ചെയ്യാനും ഉത്തരവിട്ടു. വാഹനത്തിൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. അടുത്ത ദിവസം ഓഫീസ് ഉപകരണങ്ങൾ ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസ് പതിപ്പിക്കും. സസ്പെൻഷന് പിന്നാലെ MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താൻ സർക്കാർ. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതേ കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്നാണ് വിവരം. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ഉണ്ടായിരുന്നതായാണ് വിവരം. ഈ മാസം 31-ന് അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ അന്വേഷണവും സസ്പെൻഷൻ നടപടികളും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സസ്പെൻഷൻ നിലനിൽക്കുന്നതിനാൽ നിലവിൽ സ്ഥാനക്കയറ്റം പരിഗണിക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ DGP സ്ഥാനത്തേക്ക് മറ്റാരെയും പരിഗണിക്കേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചതായാണ് വിവരം. PK ശ്രീമതിക്കെതിരെ വ്യാജ പ്രചരണം, കർശന നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. CPM നേതാവും മുൻ മന്ത്രിയുമായ PK ശ്രീമതിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ സർക്കാർ. അന്തരിച്ച MLAയുടെ ഭാര്യ എന്ന പേരിൽ താൻ ഫാമിലി പെൻഷൻ വാങ്ങിയതായി വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് പറഞ്ഞ് PK ശ്രീമതി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശന് അവർ പരാതി നൽകുകയും ചെയ്തു. അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ഈ പരാതി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. അന്തരിച്ച കുന്നംകുളം MLA PR കൃഷ്ണന്റെ ഭാര്യയായ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് കാട്ടി വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലെ വിവരമാണ് മുൻ മന്ത്രി PK ശ്രീമതിയുടെ പേരിൽ പ്രചരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വാതക ചോർച്ചയെന്ന സംശയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വാതക ചോർച്ചയുണ്ടായതായി സംശയം. അത്യാഹിത വിഭാഗത്തിലെ യെല്ലോ സോണിലാണ് ഗ്യാസ് ലീക്ക് ഉണ്ടായതെന്ന് സംശയിക്കുന്നത്. ഉടൻ തന്നെ രോഗികളെ ഗ്രീൻ സോണിലേക്ക് മാറ്റി. ഒബ്സർവേറ്ററി വാർഡാണ് യെല്ലോ സോണിൽ വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും നേരിട്ടപ്പോഴാണ് വാതക ചോർച്ച ഉണ്ടായതായി സംശയമുണ്ടായത്. ഉടൻ തന്നെ എല്ലാവരെയും വാർഡിൽ നിന്നും ഒഴിപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിദഗ്ധർ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തും. കൊച്ചിയിൽ വേടന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്കെതിരെ കേസെടുത്ത് പോലീസ്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് റാപ്പർ വേടൻ നടത്തിയ പരിപാടിക്കെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. അനുമതിയില്ലാതെ പരിപാടി സംഘടിപ്പിച്ചുവെന്നും ഗതാഗത തടസ്സവും യാത്രക്കാർക്ക് പ്രയാസവും ഉണ്ടാക്കിയെന്ന് FIR-ൽ പറയുന്നു. വേടന്റെ മാനേജർ വിഘ്നേഷ് G. പിള്ള എന്നിവരുൾപ്പെടെ 100 പേർക്കെതിരെയാണ് കേസ്. ഈ മാസം 22-ന് വൈകിട്ട് 5 മണിക്ക് പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു വേടൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി നടന്നത്. ആസാദി പാട്ടും പ്രതിഷേധവും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വേടനെ കൂടാതെ ഫുട്ബോൾ താരം CK വിനീത്, റാപ്പർ ഗബ്രി, ഗായകൻ അലോഷി എന്നിവരും പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ പരിപാടിക്ക് അനുമതി ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ, രാജ്യവിരുദ്ധ കേന്ദ്ര നടപടിക്കെതിരെ ഒത്തുകൂടാം എന്നായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് വേടൻ പറഞ്ഞത്.